മലപ്പുറത്തെ ചെറുഗ്രാമമായ പുനയൂരിൽ ആയിഷ ബീവി ജീവിച്ചിരുന്നത് ഭർത്താവ് അഹമ്മദ് മുസ്ലിയാരിനൊപ്പം. ജീവിതം സാധാരണമായതായിരുന്നു. പ്രാർത്ഥന, പാചകം, മക്കളുടെ വളർച്ച. മകൻ റാഷിദും മകൾ സാബിറയും അവരുടെ അഭിമാനമായിരുന്നു. ആയിഷയുടെ മുഖത്ത് എപ്പോഴും ഒരു ശാന്തമായ പുഞ്ചിരി ഉണ്ടാകും. ആരോടും ദേഷ്യം കാണിക്കാതെ എല്ലാവർക്കും തണലായി നിന്ന സ്ത്രീ. ഒരു ദിവസം ആയിഷയുടെ ശരീരത്തിൽ അസ്വസ്ഥത തോന്നി. തലചുറ്റൽ, ഛർദി, ഉറക്കമില്ലായ്മ. അഹ്മദ് പറഞ്ഞു, ചെറിയ ക്ഷീണമായിരിക്കും, നാളെ ശരിയായിക്കോളും. പക്ഷേ ദിവസങ്ങൾ കടന്നപ്പോൾ അവളുടെ അവസ്ഥ കൂടുതൽ വഷളായി. റാഷിദ് ഉമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പരിശോധനകൾക്കു ശേഷം ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവരെ നിശബ്ദരാക്കി. ആയിഷ ബീവി, നിങ്ങൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു. റാഷിദിന്റെ മുഖം വെള്ളയായി. ഡോക്ടർ, എന്താണ് നിങ്ങൾ പറയുന്നത്? എന്റെ ഉമ്മാക്ക് 50 വയസ്സാണ്, ഡോക്ടർ ശാന്തമായി പറഞ്ഞു. അതെ, അപൂർവമാണ്, പക്ഷെ മെഡിക്കൽ കാര്യത്തിൽ അസാധ്യമല്ല. റാഷിദ് അതിനെ നാണക്കേടായി കണ്ടു. അവന്റെ മനസ്സിൽ സാമൂഹിക ഭയങ്ങൾ നിറഞ്ഞു. ആളുകൾ എന്തു പറയും? ആ രാത്രി വീട്ടിലാരും സംസാരിച്ചില്ല. അഹമ്മദ് നിശബ്ദമായി ഇരുന്നു. റാഷിദ് മാത്രം ചിന്തിച്ചു, ഉമ്മ, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇനി എങ്ങനെയാണ് നമ്മൾ ആൾക്കാരുടെ മുഖത്ത് നോക്കുക? ആയിഷ നിറകണ്ണുകളുമായി നിസ്കാരപ്പായയിൽ ഇരിക്കുകയായിരുന്നു. അല്ലാഹുവേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. റബ്ബേ, എല്ലാ കാര്യവും നിനക്കറിയാലോ. രാത്രിയുടെ ശബ്ദം പോലും നിശബ്ദമായിരുന്നു. പള്ളിയുടെ മിനാരയിൽ നിന്ന് മാത്രം രാത്രി ബാങ്ക് ഉയർന്ന ശബ്ദം കേട്ടു. ആയിഷ ബീവി അതിന്റെ പശ്ചാത്തലത്തിൽ നമസ്കാരം മട്ടിൽ ഇരിക്കുന്നു. ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന. അല്ലാഹുവേ, എന്നെ നീ തന്നെയാണല്ലോ ഈ അവസ്ഥയിൽ ആക്കിയത്. എനിക്ക് ശക്തിയും സഹനവും തരണേ. റാഷിദ് ആ സമയത്ത് ഹാളിൽ അലഞ്ഞു നടന്നു. അവന്റെ മനസ്സിൽ കോപം, നാണം, ഭയം എല്ലാം ചേർന്ന് തീ പിടിച്ച പോലെ. ഉമ്മ, ഇത് എത്ര നാണക്കേടാന്നറിയോ? ആൾക്കാരൊക്കെ എന്താ പറയാ? നമ്മളുടെ പേരാണ് ഈ കളയുന്നത്. ആയിഷ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മോനെ, ഇതിനെന്തിനാ നാണക്കേട്? അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ വാക്കുകൾ റാഷിദിന്റെ ഹൃദയത്തിൽ പതിയാതെ പോയി. അവൻ പതുക്കെ പറഞ്ഞു, ഉമ്മ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എനിക്ക് ഈ നാണക്കേട് സഹിച്ച് ജീവിക്കാൻ വയ്യ. അഹമ്മദ് മുസ്ലിയാർ ഒരു കോണിലിരുന്ന് കണ്ണടച്ചു. അവന്റെ അധരങ്ങൾ ചലിച്ചുവെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. ആയിഷ അയാളെ നോക്കി. ഭർത്താവിന്റെ മൗനം അവളെ കൂടുതൽ വേദനിപ്പിച്ചു. അവൾ ഒരു വാക്കുപോലും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റു. വീടിന്റെ പിന്നിലെ ചെറുവാതിൽ തുറന്നു. രാത്രിയുടെ തണുത്ത കാറ്റ് മുഖത്ത് തട്ടി. ആ നടപ്പ് ആയിഷയുടെ ജീവിതത്തിലെ ഏറ്റവും ധൈര്യമേറിയ യാത്രയായിരുന്നു. മഴ പെയ്തു തുടങ്ങി. അവൾക്ക് ആകാശം പോലും കരയുന്നത് പോലെ തോന്നി. ഗ്രാമം മുഴുവൻ ഉറക്കത്തിലായിരുന്നു. പള്ളിക്ക് സമീപമുള്ള ഒരു പഴയ മരത്തിനടിയിൽ അവൾ ഇരുന്നു. ശരീരവും മനസ്സും ക്ഷീണിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. ആയിഷ ബീവി, നിങ്ങളാണോ അത്? അത് പള്ളിയിലെ ഇമാമായ ഹസ്സന്റെ ഭാര്യ സൈനബയായിരുന്നു. അവൾ ആയിഷ ബീവിയെ കണ്ടു ഓടി വന്നു. സുബ്ഹാനല്ലാ, നിങ്ങൾ എന്താ ഈ മഴയത്ത് ഒറ്റയ്ക്കിരിക്കുന്നത്? ആയിഷയുടെ കണ്ണുനീർ മഴയുമായി കലർന്നുപോയി. സൈനബ, എന്റെ വീട്ടിൽ എനിക്ക് ഇടമില്ല. സൈനബ അവളുടെ കൈ പിടിച്ചു. നമുക്ക് അള്ളാഹുവിന്റെ വീടുണ്ടല്ലോ, വരൂ, ഞങ്ങളുടെ കൂടെ താമസിക്കാം. അവരാ രാത്രിയിൽ സൈനബയുടെ വീട്ടിൽ എത്തി. ഒരു പുതിയ ജീവിതത്തിന്റെ വാതിൽ തുറന്നു. വേദനയോടും പ്രതീക്ഷയോടും കൂടിയ ഒരു തുടക്കം. ഫജറിന്റെ ബാങ്ക് വിളി മുഴങ്ങി. സൈനബ ബീവി പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ ബീവിയെ കാണാമായിരുന്നു. അവർ നമസ്കരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ആയിഷേ, ഇന്നലെ നല്ലവണ്ണം ഉറങ്ങിയോ? ഓ, നല്ലവണ്ണം ഉറങ്ങി. ആ ദിവസം മുതൽ സൈനബിയുടെ വീട് ആയിഷയുടെ പുതിയ അഭയമായിരുന്നു. ചെറിയ വീട്, കുന്നിൻ ചുവട്ടിൽ. പക്ഷേ അതിൽ സ്നേഹമുണ്ടായിരുന്നു, കരുണയുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ചിലർ സംസാരിക്കാൻ തുടങ്ങി. ആയിഷ ബീവി അഹമ്മദിന്റെ ഭാര്യയല്ലേ? അതെ, അവളിപ്പോ സൈനബിയുടെ വീട്ടിലാ താമസിക്കുന്നത്. അല്ല, നീ കേട്ടോ, അവൾ ഗർഭിണിയാത്രേ. ഈ വർത്താനങ്ങൾ ഗ്രാമത്തിൽ മുഴുവൻ പടർന്നു. സൈനബ അതൊന്നും കാര്യമാക്കിയില്ല. ആയിഷയുടെ ഗർഭകാലം കടുപ്പമായിരുന്നു. വയസ്സായ ശരീരം അലസമായി. വേദനകൾ, തലചുറ്റൽ, ഭയം. പക്ഷേ അവളുടെ ഹൃദയത്തിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. രാവിലെ ഫജർ നമസ്കാരത്തിനു ശേഷം അവൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുവേ, എനിക്ക് കുഞ്ഞിനെ സുരക്ഷിതമായി കയ്യിൽ കിട്ടണമേ. സൈനബ അവളെ ഒരു ഉമ്മയെ പോലെ നോക്കി.
ദിവസങ്ങൾ കടന്നുപോയി. ആയിഷയുടെ മുഖത്ത് ഒരു പ്രകാശം നിറഞ്ഞു. സൈനബ, നിന്റെ വീട്ടിൽ വന്ന് ജീവിച്ചത് എനിക്കൊരു അനുഗ്രഹമായി. അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നവനാണ്, സൈനബ മറുപടി പറഞ്ഞു. പക്ഷേ അവൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ഒരിക്കൽ ഡോക്ടർ ആശുപത്രിയിൽ പോയപ്പോൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. ആ വാക്കുകൾ ആയിഷയുടെ മനസ്സിൽ ഒരു പുതിയ പ്രഭാതമായിരുന്നു. അന്നേ ദിവസം ആയിഷ പറഞ്ഞു, എന്റെ റാഷിദ് എന്നെപ്പറ്റി എന്താകും വിചാരിക്കുക? സൈനബ മൃദുവായി മറുപടി നൽകി, ഒരു ദിവസം അവന്റെ ഹൃദയത്തിന് സത്യം എന്താ എന്ന് മനസ്സിലാകും സഹോദരി. അതാണ് അള്ളാഹുവിന്റെ നീതി. മഴത്തുള്ളികൾ പതിയെ പെയ്തു തുടങ്ങി. ആയിഷ പുഞ്ചിരിച്ചു. പ്രതീക്ഷയുള്ള ഒരു ഉമ്മയുടെ പുഞ്ചിരി. ആ രാത്രി പുറം വെളിച്ചം മങ്ങി നിൽക്കുമ്പോൾ സൈനബിയുടെ വീട്ടിൽ ഭയം നിറഞ്ഞു. ആയിഷ ബീവിയുടെ വേദന കുത്തനെ കൂടി. അവർ വിയർത്ത് ഒലിക്കാൻ തുടങ്ങി. പക്ഷെ കണ്ണുകളിൽ പ്രാർത്ഥനയുടെ വെളിച്ചം ഇപ്പോഴും കലർന്നിരുന്നു. സൈനബ, എനിക്ക് തോന്നുന്നു സമയമായിന്ന് അവർ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. സൈനബ ഉടൻ ഇമാം ഹസനെ വിളിച്ചു. ഇക്ക, കാർ എടുത്തോളൂ, ആശുപത്രിയിലേക്ക് പോകാം. പള്ളിയുടെ മിനാരയിൽ നിന്നും ഫജർ ബാങ്ക് ഉയർന്നപ്പോൾ അവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഡോക്ടർ പരിശോധന നടത്തി പറഞ്ഞു, പ്രായം കാരണം അപകട സാധ്യത ഉണ്ടാകും, പക്ഷെ നമുക്ക് പരമാവധി നോക്കാം. ആയിഷയുടെ മനസ്സിൽ പ്രാർത്ഥന മാത്രം. അല്ലാഹുവേ, എനിക്ക് മരിച്ചാലും പ്രശ്നമില്ല, പക്ഷെ ഈ കുഞ്ഞിനെ ഒരു നോക്ക് കാണണം. സമയം നീളുകയായിരുന്നു. വേദനയുടെ കടുപ്പം വീണ്ടും വീണ്ടും അവളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. സൈനബ അവളുടെ കൈ മുറുക്കി പിടിച്ചു. സഹോദരി, ധൈര്യം, അതാണ് നമുക്ക് വേണ്ടത്. ദുആ ചെയ്യൂ. പെട്ടെന്നൊരു ചെറു ശബ്ദം കേട്ടു, കുഞ്ഞിന്റെ കരച്ചിൽ. ഡോക്ടർ പുഞ്ചിരിച്ച് പറഞ്ഞു, പെൺകുഞ്ഞാണ്, ഒരു കുഴപ്പവുമില്ലട്ടോ. സൈനബിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. അവർ കുഞ്ഞിനെ ആയിഷയുടെ കയ്യിൽ കൊടുത്തു. ആയിഷ വിറക്കുന്ന വിരലുകൾ കൊണ്ട് കുഞ്ഞിന്റെ മുഖത്ത് തൊട്ടു. മറിയം, അള്ളാഹുവിന്റെ അനുഗ്രഹമായിരിക്കും നീ, അവൾ പറഞ്ഞു. വേദനയുടെയും ക്ഷീണത്തിന്റെയും നടുവിൽ അവൾ ചിരിച്ചു. അള്ളാഹു എന്നെ ശിക്ഷിച്ചില്ല, അവൻ എനിക്കൊരു പുതിയ ജീവിതം തന്നു. സൈനബിയുടെയും നഴ്സുമാരുടെയും കണ്ണുകൾ നിറഞ്ഞു. ആയിഷ കുഞ്ഞിനെ അടുപ്പിച്ചു ചേർത്തു. ചുണ്ടിൽ ഒരേ ഒരു പ്രാർത്ഥന, ഈ കുഞ്ഞ് ഒരു ദിവസം എന്റെ മകനെ കാണട്ടെ, അന്ന് അവന്റെ മനസ്സ് മാറിക്കോളും. സൂര്യൻ ഉദിച്ചപ്പോൾ ആശുപത്രിയുടെ ജനലിലൂടെ സൂര്യന്റെ കിരണങ്ങൾ കയറി. ആ വെളിച്ചത്തിൽ ഉമ്മയും കുഞ്ഞും ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ആയിഷ ബീവിയുടെ ജീവിതത്തിൽ ശാന്തത പിറന്നിരുന്നു. മറിയം, അവളുടെ ചെറു പെൺകുഞ്ഞ്, 6 മാസം പ്രായമായി. അവളുടെ ചിറി വീട്ടിൽ മുഴുവൻ നിറഞ്ഞിരുന്നു. സൈനബയും ഹസനും ആ കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചു. എല്ലാ ദിവസവും ഫജർ നമസ്കാരത്തിനു ശേഷം ആയിഷ കുഞ്ഞിനെ മടിയിൽ കയറ്റിയിരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുവേ, ഈ കുഞ്ഞ് പ്രകാശമായി വളരട്ടെ, ദയുള്ളവളായിരിക്കട്ടെ. മറിയം ചെറുതായി ചിരിച്ച് കൈകൾ നീട്ടി ഉമ്മയുടെ താടി തൊടുമ്പോൾ ആയിഷയുടെ ഹൃദയം നിറയുകയായിരുന്നു. ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഗ്രാമത്തിലെ ചിലർ അവളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവളിപ്പോ കുഞ്ഞൊക്കായി സൈനബിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആരാണ് ഉപ്പാന്നാവോ? പക്ഷെ ആരും നേരിട്ട് ചോദിക്കാൻ ധൈര്യം കാണിച്ചില്ല. ആയിഷയ്ക്ക് ഇപ്പോൾ അവരെയെല്ലാം ചെറുതായി തോന്നി. മനുഷ്യരുടെ വാക്കുകൾക്കപ്പുറം അള്ളാഹുവിന്റെ വിധിയാണ് സത്യം, അവൾ പറയുമായിരുന്നു. ഒരു ദിവസം സൈനബ പറഞ്ഞു, ആയിഷേ, മറിയത്തിനിപ്പോൾ ഒരു കുഴപ്പവുമില്ല, നമുക്ക് അവളുടെ നാമകരണം പള്ളിയിൽ വെച്ച് നടത്തിയാലോ? ആയിഷയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. പള്ളിയിലെ ഇമാം ഹസൻ കുഞ്ഞിന്റെ ചെവിയിൽ മധുരമായ നാമം ചൊല്ലി. മറിയം. വൈകുന്നേരം ആയിഷ മറിയമിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ നീങ്ങിപ്പോകുകയായിരുന്നു. മറിയേ, നീയാണെന്റെ രണ്ടാം ജീവിതം, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേ രാത്രി അവൾ സ്വപ്നത്തിൽ റാഷിദിനെ കണ്ടു. അവൻ ദൂരെയായിരുന്നു, പക്ഷെ മുഖത്ത് വിഷാദം നിറഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ അവൾ മന്ദമായി പറഞ്ഞു, അല്ലാഹുവേ, എന്റെ മകന്റെ ഹൃദയത്തിന് നീ സത്യം കാണിച്ചു കൊടുക്കണമേ. റാഷിദിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ ഫാത്തിമയെ അവൻ സ്നേഹിച്ചിരുന്നു. അവരുടെ ജീവിതം പുറത്തുനിന്ന് കണ്ട് ആരും അസൂയപ്പെടും, പക്ഷെ ഉള്ളിൽ ഇരുട്ട് വളരുകയായിരുന്നു. ഉമ്മയെ വീട്ടിൽ നിന്നും പുറത്താക്കിയതു മുതൽ അവന്റെ ഹൃദയം ശാന്തമായിരുന്നില്ല. ആ രാത്രിയുടെ ഓർമ്മ ഇടയ്ക്കിടെ തിരിച്ചു വരുമായിരുന്നു. ആയിഷയുടെ കണ്ണുനീർ, ഉപ്പയുടെ നിശബ്ദത, വാതിലടച്ച ശബ്ദം, എല്ലാം. പക്ഷേ അഹങ്കാരത്തിന്റെ മതിൽ അവനെ സമ്മതിക്കാൻ അനുവദിച്ചില്ല. ഞാൻ ശരിയാണ് ചെയ്തത്, കുടുംബത്തിന്റെ മാനം ഞാൻ കാത്തു, ഫാത്തിമ പലവട്ടം അവനോട് പറഞ്ഞു. റാഷിദെ, ഉമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? എന്തേലും സഹായം ചെയ്യാമായിരുന്നു.
എനിക്ക് അവരെക്കുറിച്ചൊന്നും കേൾക്കണ്ട, റാഷിദ് ഉച്ചത്തിൽ മറുപടി നൽകി. അവന്റെ ശബ്ദത്തിൽ കടുപ്പമുണ്ടായിരുന്നെങ്കിലും കണ്ണുകളിൽ കുറ്റബോധം മങ്ങിയിരുന്നു. കാലം കടന്നു. ഫാത്തിമയുടെ ആരോഗ്യം ഇടിഞ്ഞു തുടങ്ങി. ഡോക്ടർ പറഞ്ഞു അവൾക്ക് ദീർഘകാലം രോഗമാണെന്നും വിശ്രമം ആവശ്യമാണെന്നും. വീട്ടിൽ നിശബ്ദത നിറഞ്ഞു. അടുക്കള ശൂന്യമായി. ചിരികൾ മാഞ്ഞു. ഒരു രാത്രി ഫാത്തിമ കിടക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, റാഷിദേ, എത്ര നാളായി നിസ്കാരമൊക്കെ നിർത്തിയിട്ട്? നിങ്ങൾക്കെന്തേലും ഭാരമുണ്ടോ? റാഷിദ് നിശബ്ദനായി. അവൻ പറഞ്ഞു, എന്റെ ഉള്ളിൽ ഇരുട്ടാണ് ഫാത്തിമേ. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു. അവൾ മൃദുവായി പറഞ്ഞു, അല്ലാഹു മാപ്പു നൽകുന്നവനാണ്. നീ ഹൃദയത്തിൽ നിന്നും തിരിച്ചറിയുന്നുവെങ്കിൽ നിനക്ക് മാപ്പ് കിട്ടും. ആ വാക്കുകൾ റാഷിദിന്റെ ഉള്ളിൽ വിത്തുപോലെ വീണു. പക്ഷേ അവൻ ഇപ്പോഴും ഉമ്മയെ നേരിടാൻ ധൈര്യം കാണിച്ചില്ല. ഉമ്മ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ സ്വയം പറഞ്ഞു. പുറത്ത് മഴ പെയ്തുകൊണ്ടിരുന്നു. ആ ശബ്ദം അവനെ പഴയ രാത്രിയിലേക്ക് കൊണ്ടുപോയി. അവൻ ഉമ്മയെ വീടിന്റെ വാതിൽക്കൽ നിന്നും പുറത്താക്കിയ രാത്രിയിലേക്ക്. അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം മുഴങ്ങി, ഉമ്മ ഇപ്പോഴും ജീവനോടെയുണ്ടോ? അന്ന് രാത്രി റാഷിദിന് ഉറങ്ങാനായില്ല. അവന്റെ മനസ്സിലെ ഇരുട്ട് ഇനി മറക്കാനാവില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആശുപത്രിയുടെ ഇടുങ്ങിയ വഴികളിലൂടെ റാഷിദ് നടന്നുകൊണ്ടിരുന്നു. ഫാത്തിമയുടെ രോഗം കാരണം അവൻ പ്രതിദിനം മരുന്ന് വാങ്ങാനെത്തും. ആ ദിവസവും അതുപോലെ തന്നെയായിരുന്നു. ഫാർമസിയിലേക്കുള്ള വഴിയിൽ അവന്റെ കണ്ണ് പെട്ടെന്ന് വലത്തേക്ക് തിരിഞ്ഞു. അവിടെ കസേരയിൽ കുഞ്ഞിനെ മടിയിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരാൾ. ആയിഷ ബീവി. സമയം നിശ്ചലമായി. കുഞ്ഞിന്റെ ചിരി അവന്റെ ചെവികളിൽ കേട്ടു. അവൻ വിറച്ചു നിൽക്കുമ്പോൾ മനസ്സിൽ മുഴങ്ങി, ഇത് ഉമ്മയല്ലേ? അതോ എന്റെ മനസ്സിനെ കളിപ്പിക്കാണോ? അവൻ ഒരു പടി മുന്നോട്ട് നീങ്ങി. സൈനബ ബീവി അവിടെ അടുത്തിരുന്നു. അവൾ അവനെ കണ്ടു. അവളുടെ മുഖത്ത് അത്ഭുതവും കരുണയും. റാഷിദേ, അവൾ ശാന്തമായി പറഞ്ഞു. അവൻ മന്ദമായി ചോദിച്ചു, ഇതിന്റെ ഉമ്മയാണോ? സൈനബ തല കുലുക്കി. അതെ റാഷിദേ, ഇത് നിന്റെ ഉമ്മയാണ്. അവരെ നീ പുറത്താക്കിയിട്ട് 6 മാസം കഴിഞ്ഞു. അവർ മറിയത്തെ പ്രസവിച്ചു. ഇതാണ് നിന്റെ സഹോദരി. റാഷിദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഉമ്മയുടെ അടുത്തേക്ക് നീങ്ങി. ആയിഷ മന്ദമായി തലപൊക്കി, കണ്ണുകളിൽ അത്ഭുതവും ഭയവും. റാഷിദേ, മോനെ, നീയാണോ ഇത്? ഉമ്മ. അവൻ ഉച്ചത്തിൽ പറയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം തളർന്നു. അവൻ അവരുടെ കാൽക്കൽ മുട്ടുകുത്തി. കുഞ്ഞു മറിയം ചെറുതായി ചിരിച്ചു. അത് റാഷിദിന്റെ ഹൃദയം കീറിമുറിച്ചു. ആ ചിരിയിൽ അവൻ ഉമ്മയുടെ മുഖം കണ്ടു. ഉമ്മ, എനിക്ക് മാപ്പ് തരണം. ഞാൻ ചെയ്തത് മഹാപാപമാണ്. അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആയിഷ അവന്റെ തല തഴുകി. മകനെ, അല്ലാഹു നിനക്ക് തിരിച്ചറിവ് നൽകിയിരിക്കുന്നു. അതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. കുഞ്ഞു മറിയം അവരിരുവരുടെയും മധ്യേ കൈ നീട്ടി. ആ കൈകൾ അവരിടയിലുള്ള വർഷങ്ങളായ വേർപാടിന്റെ മതിൽ തകർത്തു. സൈനബിയുടെ കണ്ണുകളിൽ തിളക്കം. അല്ലാഹു എത്ര മനോഹരമായി വിധിക്കുന്നു, അവർ മന്ദമായി പറഞ്ഞു. റാഷിദ് ഉമ്മയുടെ കാൽ തൊട്ട് തല ഉയർത്തിയപ്പോൾ അവന്റെ മുഖത്തൊരു വെളിച്ചം നിറഞ്ഞിരുന്നു. അവന്റെ ആത്മാവിനെ തിരിച്ചു കണ്ട മനുഷ്യന്റെ വെളിച്ചം. ആ ആശുപത്രിയിൽ നടന്ന ആ നിമിഷത്തിനു ശേഷമുള്ള ദിവസം റാഷിദിന് പുതുജീവിതം പോലെ തോന്നി. ഉമ്മയുടെ മൃദുവായ സ്പർശം, മറിയത്തിന്റെ ചിരി, അവന്റെ ഉള്ളിൽ വർഷങ്ങളായി അടച്ചുവെച്ച കഠിനതയെല്ലാം ഒലിച്ചു പോയിരുന്നു. ഉമ്മ, ഇനി നിങ്ങൾ എനിക്കൊപ്പം താമസിക്കണം, റാഷിദ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ആയിഷ നിശബ്ദമായി നോക്കി. മകനെ, ആളുകൾ നമ്മളെ അംഗീകരിക്കുമോ? ആളുകൾ എന്തു പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ഇനി ഞാനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത്. സൈനബിയുടെ കണ്ണുകളിൽ ആനന്ദത്തിന്റെ കണ്ണുനീർ. ആയിഷ അവളെ ചേർത്ത് പിടിച്ചു. സൈനബ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ജീവിക്കില്ലായിരുന്നു. വൈകുന്നേരം റാഷിദ് കാർ കൊണ്ടുവന്നു. ആയിഷയും കുഞ്ഞു മറിയവും സൈനബയോട് വിട പറഞ്ഞു. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ മുഴുവൻ നിശബ്ദമായിരുന്നു. പക്ഷെ ആ നിശബ്ദതയിൽ സമാധാനം ഉണ്ടായിരുന്നു. വീടിന്റെ വാതിലിന്റെ മുമ്പിൽ എത്തിയപ്പോൾ റാഷിദിന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. അവൻ പറഞ്ഞു, ഉമ്മ, ഇതാണ് ഞാൻ നിങ്ങളെ ഇറക്കിവിട്ട ആ വീട്. പക്ഷേ ഇന്ന് ഈ വീട് തന്നെയാണ് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത്. അവർ അകത്തേക്ക് പോയി. വീട് അതുപോലെ തന്നെ. മതിലുകളിൽ പഴയ ചിത്രങ്ങൾ, വാതിലിനരികിൽ കസേര. പക്ഷേ ഇപ്പോൾ എന്തോ വ്യത്യസ്തമായി തോന്നി. ശൂന്യമായ, ജീവനില്ലാത്ത ഒരു വീട് പോലെ. അഹമ്മദ് മുസ്ലിയാർ ഹാളിൽ ഇരുന്നിരുന്നു. അയാൾ ഉമ്മയെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന തസ്ബിമാല താഴത്തേക്ക് വീണു. ആയിഷ എന്നൊരു നിശബ്ദ വിങ്ങൽ. ആയിഷയുടെ കണ്ണുകളിൽ കരുണയും ദുഃഖവും. അവൻ എഴുന്നേറ്റ് മന്ദമായി പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം. അന്ന് സമൂഹത്തെ ഭയപ്പെട്ട് ഞാൻ നിന്റെ കൂടെ നിന്നില്ല. നിനക്കതിന്റെ വേദന സഹിക്കേണ്ടി വന്നു. നമുക്കിനി പഴയ കാര്യങ്ങളൊന്നും പറയണ്ട.
ആയിഷ പറഞ്ഞു. മറിയം ആ സമയത്ത് ചിരിച്ചു. അവളുടെ ചെറിയ കൈകൾ അഹ്മദിന്റെ വിരലുകൾ പിടിച്ചു. അയാൾ കണ്ണുനീർ തട്ടി പുഞ്ചിരിച്ചു. ഇവളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം, ആയിഷ പറഞ്ഞു. അന്ന് പള്ളിയിൽ നിന്ന് മഗ്‌രിബിന്റെ ബാങ്ക് മുഴങ്ങിയപ്പോൾ ആ വീട്ടിൽ നാളുകളായി കേൾക്കാത്ത ഒരു ശബ്ദം വീണ്ടും ഉയർന്നു. ശാന്തതയുടെ ശബ്ദം. ആയിഷയും കുഞ്ഞു മറിയവും വീട്ടിലേക്ക് മടങ്ങിയെത്തിയ വാർത്ത ഗ്രാമം മുഴുവൻ ഒരു തീപിടുത്തം പോലെ പടർന്നു. പള്ളിക്ക് മുന്നിലെ കടയിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു. അവളെ മകൻ തന്നെയാണല്ലോ തിരിച്ചു കൊണ്ടുവന്നത്. അതെ, ഉമ്മയും കുഞ്ഞും ഇപ്പോൾ റഷീദിന്റെ വീട്ടിലാണ്. ഇതൊക്കെ എന്താ അത്ഭുതം! അള്ളാഹുവിന്റെ കരുണയല്ലാതെ മറ്റെന്ത്? പക്ഷേ എല്ലാവരും അങ്ങനെ കരുതിയില്ല. ചിലരുടെ കണ്ണിൽ അത് ഇപ്പോഴും അപമാനം തന്നെയായിരുന്നു. ആയിഷ ബീവിക്ക് ഈ വയസ്സിൽ ഗർഭം, അതെങ്ങനെയായാലും അംഗീകരിക്കാൻ പറ്റില്ല. മകൻ വേറെ, ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി, അതാ തിരിച്ചു കൊണ്ടുവന്നു. എല്ലാം ഒരു അഭിനയമല്ലേ? ഗ്രാമം രണ്ടായി പിരിഞ്ഞു. ഒരു വശത്ത് കരുണയും മനുഷ്യത്വവും, മറുവശത്ത് വിധിയും പരിഹാസവും. പക്ഷേ ആയിഷയും അഹ്മദും ഒന്നിനും പ്രതികരിച്ചില്ല. മറിയം ഇപ്പോൾ ചിരിച്ചും കളിച്ചും വീടിന് ആത്മാവായി.